ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒട്ടനവധി ആളുകൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇവരുടെ പോയിൻറ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നുണ്ട്. വളരെയധികം ബുള്ളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കാര്യത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അത് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറേ അധികം ആളുകൾക്കുള്ള കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ മാക്സിമം ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ വെക്കുന്ന ലൈക്ക് ടാർഗറ്റ് 300 ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഈ എയർ ഡ്രോപ്പിൻ്റെയൊക്കെ പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ നമ്മൾ ടെലഗ്രാമിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിലും ജോയിൻ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ റോഡ് മാപ്പ് അനുസരിച്ച് ഇവരുടെ ടോക്കൺ ജനറേഷൻ ഇവൻറ്റ്, അതായത് ലിസ്റ്റിംഗ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ജൂലൈ 2024 അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പുതിയ യൂസർ ആണെങ്കിലും നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 10-20 ദിവസം അടുപ്പിച്ച് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ പുതിയ യൂസർ ആണെങ്കിൽ ഇനിയും ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടപ്പുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്, എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നോട്ട് കോയിൻ്റെ വളരെ വലിയ സക്സസ്സിന് ശേഷം ഇത്തരത്തിൽ, അതായത് ടെലഗ്രാമിൽ കൂടെ ഏൺ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ വളരെയധികം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കാര്യത്തിലും വളരെ വലിയ രീതിയിലേക്കുള്ള ഒരു വളർച്ചയാണ് കാണാനായിട്ട് പറ്റുന്നത്. ട്വിറ്ററിൽ തന്നെ ഏകദേശം 6.8 മില്യൺ ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. ടെലഗ്രാമിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ റെക്കോർഡ് വളർച്ചയാണ് അവരുടെ ടെലഗ്രാം ചാനലിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി ഇതിനെ സംബന്ധിച്ചുള്ള പോസിറ്റീവ് ന്യൂസ് എന്താണെന്ന് നോക്കാം. കുക്കോയിൻ എക്സ്ചേഞ്ചിൽ നമുക്ക് പ്രീ മാർക്കറ്റിൽ ടോക്കൺസ് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ആ ഒരു പ്രീ മാർക്കറ്റ് സെക്ഷനിൽ ഇന്നലെ അവർ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ പ്രീ മാർക്കറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കിടക്കുന്നത് CK സിങ്ങിൻ്റെ CK ടോക്കൺ ആണ്. അത് കഴിഞ്ഞ് കിടക്കുന്നതാണ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഹാംസ്റ്റർ ടോക്കൺ. സോ ഇതെന്ന് പറയുന്നത് വളരെ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ്. തീർച്ചയായിട്ടും കുക്കോയിനിൽ ഈ ഒരു പ്രൊജക്റ്റ് ലിസ്റ്റ് ചെയ്യും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. കുക്കോയിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ട്രേഡിംഗ് വോളിയുള്ള, അതുപോലെ തന്നെ ധാരാളം യൂസേഴ്സ് ഉള്ള നല്ലൊരു എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന ജൂലൈയിൽ നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ ലിസ്റ്റിംഗ് കുക്കോയിൻ എക്സ്ചേഞ്ചിൽ എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ബിറ്റ്ഗെറ്റ് എക്സ്ചേഞ്ച് എടുത്തിട്ട് അവിടെ ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാംസ്റ്റർ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. കറൻ്റ്ലി സസ്പെൻഡഡ് ആണ്. ബിറ്റ്ഗെറ്റ് എന്ന് പറയുന്നതും അത്യാവശ്യം നല്ല യൂസേഴ്സ് ഉള്ളതും അതുപോലെ തന്നെ ട്രേഡിംഗ് വോളിയം ഉള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. സോ ഇപ്പം കറൻ്റ്ലി ഓൾറെഡി ഈ ഒരു പ്രോജക്റ്റിന് ബിങ്എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. ഇവർ ടോണുമായിട്ട് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഇപ്പം കുക്കോയിനും അതുപോലെ തന്നെ ബിറ്റ്ഗെറ്റും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോൺ ബ്ലോക്ക് ചെയിനിലേക്കായിരിക്കും ഈ പ്രൊജക്റ്റ് റിലീസാവുന്നത്. ഇവരുടെ വാലറ്റ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ മൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൽ പോയിൻറ്റ്സ് ഏൺ ചെയ്യുന്ന പല ആളുകൾക്കും ഉള്ള മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ് ഇതിനകത്ത് സൈഫർ കോഡ്സ്, അതായത് ഡെയിലി നമുക്ക് വരുന്ന കോഡ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യും, അത് എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് കുറേ അധികം ആളുകൾക്ക് ഡൗട്ടുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ആ ഒരു സൈഫർ കോഡ് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ബോട്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു വിൻഡോയിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഏൺ പെർ ടാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. അവിടെ നിങ്ങൾ ഡബിൾ ടാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഫർ കോഡ്സ് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. സോ ഞാൻ ഡെയിലി ടെലഗ്രാമിൽ സൈഫർ കോഡ്സ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ കോഡ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ റിവാർഡ്സും കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. നമ്മൾ ബേസിക്കലി ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഡെയിലി നമുക്കൊരു കോഡ് തരുന്നതായിരിക്കും. ആ ഒരു കോഡ് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന ഡാഷുകളും അതുപോലെ തന്നെ ഡോട്ട്സും ഉപയോഗിച്ച് ഇവിടെ ടാപ്പ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡോട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ക്വിക്ക് ടാപ്പിനെയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഡാഷ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോങ് ടാപ്പിനെയാണ്. അങ്ങനെ കൃത്യമായിട്ട് ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരോ കോഡ്സ് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇന്നത്തെ കോഡ് എന്ന് പറയുന്നത് എയർ ഡ്രോപ്പ് എന്നായിരുന്നു. സോ എയർ ഡ്രോപ്പിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഡ് നമ്മളിന്ന് ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അത് നോക്കി ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഇന്നത്തെ റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നാളെ നമുക്ക് വേറെ കോഡ് കിട്ടും. അപ്പം ഞാൻ നാളെ ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡെയിലി കാർഡ്സ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒക്കെ അപ്ഡേറ്റ് നമ്മൾ ടെലഗ്രാം ചാനലിൽ ഇടുന്നതായിരിക്കും. അത് നിങ്ങൾ മറക്കാതെ എല്ലാ ദിവസവും ടാസ്കുകൾ ചെയ്യുക. ഇവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള ഈ ഒരു ആക്ച്വൽ പോയിൻറ്റ്സ് ആയിരിക്കില്ല എയർ ഡ്രോപ്പിൻ്റെ എലിജിബിലിറ്റിയുടെ ക്രൈറ്റീരിയ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം മാക്സിമം പ്രോഫിറ്റ് പെർ അവർ കൂട്ടാനായിട്ട് പറ്റുന്നോ അത് നിങ്ങളുടെ എയർ ഡ്രോപ്പിനെ സ്വാധീനിക്കാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്.
അതുപോലെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ഡെയിലി ടാസ്കുകളൊക്കെ ദിവസവും ചെയ്തു വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ജൂലൈ ലിസ്റ്റിംഗ് ഏതൊരു ദിവസമാണ് എന്നൊന്നും അവർ അനൗൺസ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും ആഴ്ചയിലൊക്കെ ആയിട്ട് അവർ ലിസ്റ്റിങ്ങിൻ്റെ അപ്ഡേറ്റ് ഒക്കെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതിനനുസരിച്ച് നമുക്ക് ടെലഗ്രാമിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും. പ്രോഫിറ്റ് പെർ അവർ കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് കുറേ അധികം കാർഡ്സ് കാണാനായിട്ട് പറ്റും. മാർക്കറ്റ്, PR ആൻഡ് ടീം, അതുപോലെ തന്നെ ലീഗൽ, സ്പെഷ്യൽസിലൊക്കെ കുറേ അധികം കാർഡ്സുകൾ ഉണ്ടാവും. സോ ആ കാർഡുകളൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പം അത് അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് പെർ അവറും കൂടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. ഹാംസ്റ്റർ കോമ്പാറ്റ് മാത്രമല്ല, നമ്മൾ ഒട്ടനവധി മറ്റ് ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഫാം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബാക്കി വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു നോക്കുക. നിങ്ങളുടെ കയ്യിൽ സമയമുള്ളതുപോലെ തന്നെ ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഭൂരിഭാഗം പ്രൊജക്റ്റുകൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.